എൻ്റെ പേര് ശോഭ മേരി, ധോണി ഇടവകയാണ്. ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. മോൻ വന്നിട്ട് UK പോകാൻ വേണ്ടിയിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് മുമ്പുള്ളിലെല്ലാം അവന് കുറച്ച് പേപ്പേഴ്സിനൊക്കെ തടസ്സമുണ്ടായിരുന്നു. അതൊക്കെ ശരിയായി അവൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയെല്ലാം ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും അതിനൊരു നന്ദി പറയാനും ഒരു സന്തോഷത്തിലാണ് വന്നത്. പക്ഷെ അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ പോയപ്പോഴാണ് അവൻ അറിഞ്ഞത് എനിക്ക് വിസയ്ക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട്. എനിക്ക് മൺഡേ ഇൻ്റർവ്യൂ ആണ്, UK എംബസിയുമായിട്ട് ഇൻ്റർവ്യൂ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷമേ എനിക്ക് വിസ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരു വിഷമമായി. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അവിടെ നിന്ന് മാതാവിനോട്, ഈ റോസാമസ്റ്റിക്ക് മാതാവിനെ ഇപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ മാതാവിനെ ഈശോനെ വിചാരിച്ചിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ അടുത്ത വെള്ളിയാഴ്ച ഇവിടെ വന്ന് സാക്ഷ്യം പറയാം. അതിന് മുമ്പ് മോന് വിസ വന്നിരിക്കണമെന്ന്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം 6-7 ഇങ്ങനെ സമയമാകുമ്പോൾ ഇതെന്താ മോനെ വന്നില്ല, ഇല്ല മമ്മി വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. അപ്പം മാതാവിനോട് ചോദിച്ചു, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയണ്ടേ ചോദിച്ചു. പിന്നെ ഒരു 1.5 മണിക്കൂർ 8:30 ആകുമ്പോഴേക്കും എൻ്റെ വിസ വന്നു എന്ന് അവൻ വേഗം മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. യേശുവേ സ്തോത്രം. റോസാമസ്റ്റിക മാതാവിൻ്റെ മധ്യസ്ഥതയോടെ പ്രാർത്ഥിച്ചപ്പോൾ വിസയുടെ മേലുണ്ട് തടസ്സം കർത്താവ് മാറ്റി. എനിക്ക് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ വന്നതുകൊണ്ടാണ് എനിക്ക് വലിയ സന്തോഷമായത്. ഇതിപ്പോൾ ഇന്നും വരാം, നാളെയും വരാം. എന്നാൽ എനിക്ക് വെള്ളിയാഴ്ച ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയാനത് ഇഷ്ടമല്ലേ മാതാവി എന്ന് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ തന്നെ 1.5 മണിക്കൂറാകുമ്പോഴേക്കും മെയിൽ വന്നു. അതാണ് ഇറ്റലിയിലെ മോണ്ടിക്കാരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ രൂപം എനിക്ക് കിട്ടിയത്. ഞാൻ രോഗിയായിരിക്കുമ്പോൾ അവിടുന്ന് ഇടവകയിൽ നിന്ന് എനിക്ക് അയച്ചെന്നത് സഹോദരൻ വഴി സുവിശേഷം പറയും.